ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ പല പ്രോഗ്രാംസിന് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പല ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ മണ്ഡപം അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ മണ്ഡപം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു റൗണ്ടോ സ്ക്വയറോ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് മണ്ഡപം എന്ന് പറയുന്നത്. ചില സ്ഥലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ഡപം ഇല്ല, അതായത് റേസ്ഡ് പ്ലാറ്റ്ഫോം ഇല്ല. നമ്മളുടെ ഒരു ജില്ലയിലാണ് കൂടുതലും റേസ്ഡ് പ്ലാറ്റ്ഫോംസ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് വിളക്കുകൾ ഒരു 3-5 വിളക്കുകൾ മസ്റ്റായിട്ട് വേണം. അതുപോലെ പറ, നാഴി, ചങ്ങരി, തെങ്ങും പൂക്കിലോട് കൂടിയത് നമുക്ക് വേണം. അത് നമ്മുടെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് സെൻറ്ററിലാണ് വെക്കുക. ട്രിവാൻഡ്രത്തോട്ട് പോയി കഴിഞ്ഞാൽ 2 പറയാണ് വെക്കുക. അവിടെ നാഴിയും ചങ്ങരിയൊക്കെ കുറവാണ്. അതേപോലെ ചില സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാഴിയും ചങ്ങരി അതൊക്കെ കുറഞ്ഞു വരും, പറ മാത്രമായിട്ടൊക്കെ നിന്ന് പോകാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരില ഗണപതി ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു വേണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിളക്ക് ഒരു തിരി കൊളുത്തിയിട്ട് മാത്രമേ ഗണപതി ഒരുക്കാവൂ. ചിലർ ആദ്യമേ ഗണപതി ഒരുക്കിയിട്ട് അവസാനമായിരിക്കും വിളക്ക് ഒരുക്കുന്നത്. ഇൻ കേസ് വീട്ടുകാർ വന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒരു തിരിയെങ്കിലും അറ്റ്ലീസ്റ്റ് കത്തിച്ചിട്ട് ഗണപതി ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനകത്തുള്ള 2 വാഴയില, കല്യാണ മാല വെക്കാൻ വേണ്ടിയിട്ട് 2 വാഴയില നമുക്ക് വേണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലങ്കാരത്തിന് നമുക്ക് ഒരു ഫ്രൂട്ട്സ് ഒരു താലത്തിനകത്ത് വെക്കാം. അതേപോലെ നാരങ്ങ വെക്കാം. ഇനി അവിടെ ഒരു ശാന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ശാന്തിയുടെ അനുസരിച്ചിട്ടുള്ള കലശമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പീഠങ്ങളും കാര്യങ്ങളും എല്ലാം വെക്കാറുണ്ട്. അപ്പം ഇത് ഓരോ പ്രോഗ്രാമിൻ്റെ അനുസരിച്ച് നമ്മൾ എത്രയും മനോഹരമാക്കുന്നോ അത്ര അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. താങ്ക് യു.